ഹലോ, ഗീതാ ഗൗതമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിലിറങ്ങി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് തുടങ്ങാം. അപ്പോൾ കിഷോറും രാധികാമ്മയൊക്കെ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ കിഷോർ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ ഇതുവരെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗീതു എന്താ പറയുക, ഈ കുഴിയിൽ വീഴുമോ ഇല്ലയോ, രക്ഷപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും രക്ഷപ്പെടും. ഗീതു ഇങ്ങനെ ഇന്നലെ പറഞ്ഞല്ലോ, എനിക്കിങ്ങനെ നിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ വെറുക്കാൻ തോന്നുന്നത്, അതുകൊണ്ട് നിന്നോടുള്ള എൻ്റെ ശത്രുത 100 മടങ്ങ് കൂടുന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ കിഷോർ ഇങ്ങനെ പറയും, എന്താ പറയുക, എനിക്കിപ്പം എന്താ പറയുക, എൻ്റെ മനസ്സ് മാറി ഞാനിനി അവർണികയും എൻ്റെ കുഞ്ഞിനെയും നല്ലോണം സ്നേഹിച്ചോളും, ഒരു കുഴപ്പമില്ല, ഗീതാഞ്ജലി മേഡം എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഗീതു പറയും, ഇത്ര പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറി, അങ്ങനെയാണെങ്കിൽ ഇതിലെന്തോ ഒരു ചതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്തോ ഒരു ചതി മണക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ കിഷോറിയെ അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു പെൺകുഞ്ഞാണെങ്കിൽ നമ്മൾ മാഡത്തിൻ്റെ പേര് ഇടുകയെന്ന് പറയും ഗീതാഞ്ജലിയോട്. അപ്പോൾ ഗീതാഞ്ജലി പറയും, എൻ്റെ പേരെങ്ങാനും ഇട്ടതിന് ഞാൻ വീട്ടിൽ കയറി തല്ലുമെന്ന് പറയും. അപ്പോൾ എന്നാൽ സോറി മാഡത്തിന് ഇഷ്ടമില്ലെങ്കിൽ മാഡം തന്നെ ഒരു പേര് സജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയും. ഗീതുവിന് ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് പറയും, ഇറങ്ങിപ്പോടാന്ന് പറയും. അങ്ങനെ അവൻ ഇറങ്ങിപ്പോവും. എന്നിട്ട് പുറത്ത് വരുമ്പോൾ നമ്മൾ രാധികാമ്മയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ട്. പുറത്ത് വന്നിട്ട് എന്താ പറയുക, അവനിങ്ങനെ ചുണ്ടിങ്ങനെ തുടക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരുമല്ലോ, അതിനു വേണ്ടി തന്നെ എൻ്റെ മുടി ഇങ്ങനെ ശരിയാക്കുന്ന പോലെ ആക്കും. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് അത് കാണുകയും ചെയ്യും. ഗോവിന്ദന് അങ്ങനെ സംശയമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്നിട്ട് രാധികാമ്മ പറയും, എന്താ കിഷോർ പുറത്ത് വന്നിട്ടുണ്ട്, എന്താണ് ഇവരുടെ ഉള്ളിൽ നടന്നതെന്ന് നമുക്കറിയില്ല, ആരാണ് ആ CCTV കംപ്ലയിൻ്റ് ആയിട്ട് ഇത്രയും കംപ്ലയിൻ്റ് ആയിട്ട് അതെന്താ ശരിയാക്കാമെന്നറിയില്ല, ആ CCTVൻ്റെ ചാർജ് ആയിരിക്കാൻ ചോദിക്കും. അപ്പോൾ പറയും, ഗോവിന്ദ് പറയും, കിഷോറും ടീമും തന്നെയാണെന്നൊക്കെ പറയും. എന്നിട്ട് വെറുതെ അല്ല, അപ്പോൾ നീയാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നത്, ഇവളാണെങ്കിൽ പഴയ കാമുകനെ ക്യാബിനിൽ വിളിച്ച് കയറ്റുന്നു. ഇത് രണ്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു അറക്കൽ വീട്ടിലെ കുടുംബത്തിൻ്റെ മരുമകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ഇനി നീ ഇതിൽ ഇടപെടണം, ഒരിക്കലും ഇത് അനുവദിച്ചുകൂടാന്നൊക്കെ പറയും. എന്നിട്ട് മാധവേട്ടൻ്റെ ആത്മാവ് ഇതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഫോട്ടോൻ്റെ പോയിട്ട്, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് മാധവേട്ട, എനിക്കും കണ്ണനും സത്യാവസ്ഥ മാധവേട്ടൻ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ ഫോൺ എടുത്തിട്ട് സുവർണയോട് കിഷോറിനെ ഇങ്ങോട്ടേക്ക് കണ്ണൻ്റെ ക്യാമ്പിലേക്ക് അയക്കുന്നിട്ട് സുവർണയെ വിളിച്ചു പറയും. അങ്ങനെ സുവർണ പോയിട്ട് നേരെ കിഷോറിനോട് പറയും. എന്നിട്ട് ഇതുപോലെ കളിച്ച കളിയല്ല, ഇത് ക്രൂഷ്യലായിട്ടുള്ള കളിയാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. കിഷോർ പറയും, എനിക്കിതൊന്നൊരു പ്രശ്നമേ അല്ല, ഞാൻ കംപ്ലീറ്റ് എല്ലാം പഠിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ക്യാബിനിലേക്ക് പോകും. ക്യാബിനിലേക്ക് പോയിട്ട് രാധികാമ്മ ചോദിക്കും, ആദ്യം മേ കമ്മിങ് എന്തെങ്കിലും വിളിപ്പിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രാധികാമ്മ ചോദിക്കും, CCTV ഗീതുവിൻ്റെ CCTV എത്ര ദിവസമായി കംപ്ലയിൻ്റ് ആയിട്ട്, എന്താ ശരിയാക്കാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരാഴ്ചയായി എന്ന് പറയും. ഒരാഴ്ചയായിട്ട് നിങ്ങൾ ഇനി അത് ശരിയാക്കിയിട്ടില്ലെന്ന് രാധികാമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കും. അപ്പോൾ കിഷോർ ആദ്യം ഒന്നിങ്ങനെ മിണ്ടാതെയൊക്കെ നിൽക്കും കുറച്ച് സമയം. അപ്പോൾ ഒന്നും പറയാനില്ലേ, എന്താ അവിടെ പോയെന്നൊക്കെ ഇങ്ങനെ കുറേ പ്രാവശ്യം ചോദിക്കും. കിഷോർ അതുപോലെ ഗീതാഞ്ജലി മാഡം തന്നെ പറഞ്ഞതാണ്, ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ കിഷോർ ഇങ്ങനെ പറയും. അതായത് മൊത്തം സംശയം വരുത്താനുള്ള പ്ലാനിങ് ഗീതാഞ്ജലി മാഡം തന്നെ പറഞ്ഞിട്ടാണെന്ന് പറയും. അപ്പം ഗീതു പറഞ്ഞിട്ടോ, അതെന്തിനാ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. പിന്നെ നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഗീതുവിൻ്റെ റൂമിൽ പോകുന്നതെന്ന് രാധികാമ്മ ചോദിക്കും. നിൻ്റെ ഹെഡ് നീ റിപ്പോർട്ട് ചെയ്യേണ്ടത് അവർണികയല്ലേന്ന് ചോദിക്കും. അപ്പോൾ കിഷോർ ഇങ്ങനെ പറയും, എൻ്റെ സുപ്പീരിയർ ഓഫീസർ ഗീതാഞ്ജലി മാഡം അല്ലേ, മാഡം വിളിക്കുമ്പോൾ ഞാനെന്ത് ചെയ്യാൻ, എനിക്ക് പോയല്ലേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം എല്ലാവർക്കും സംശയം തോന്നൊക്കെ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രം എനിക്ക് അനുസരിച്ചേ പറ്റുള്ളൂ, ഗീതാഞ്ജലി മാഡം വിളിക്കുമ്പോൾ ഞാനിങ്ങനെ പോകാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ അവൻ സംശയാസ്പദമായി ഇങ്ങനെ പറയും. എന്നിട്ട് മതി, ഇത്രയും പറഞ്ഞാൽ മതി, ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കിഷോറിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അപ്പോൾ പറയും, രാധികാമ്മ ചോദിക്കും, അപ്പോൾ നിനക്കെല്ലാം മനസ്സിലായില്ലേ, ബോധ്യപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബോധ്യപ്പെട്ട് വരുന്നു എന്നിങ്ങനെ ഗോവിന്ദ് പറയും. അപ്പോൾ ബോധ്യപ്പെട്ട് വരുന്നേ ഉള്ളൂ, എനിക്കെല്ലാം ക്ലിയറായി എന്ന് പറയും. എന്നിട്ട് ആ സമയത്താണ് നമ്മുടെ വിനോദും വരുണും വരുന്നത്. വരുണും വിനോദിനെ പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ എന്നിട്ട് എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കിയത് കിഷോറും അവർണികയും ചേർന്നിട്ടാണ്, കിഷോറും അവർണികയാണ് ഗീതുവിനെ ഈ തെളിവുകളൊക്കെ ഏൽപ്പിച്ചതെന്ന് പറയും. അപ്പോൾ വിനോദ് പറയും, അത് ശരിയാണ്, വരട്ടെ പറഞ്ഞ് ശരിയാണ്, കിഷോറും അവർണികയും കൂടെയാണ് ശേഖരിച്ച് കൊടുത്തതെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, അതിനിപ്പോൾ എന്താ ചോദിക്കും. അപ്പോൾ വിനോദ് നേരെ പറയും, അത് ഞാനും വരുണേട്ടനോട് ചോദിച്ചതാണ്, അതിനിപ്പോൾ എന്താന്ന്, ഓൾറെഡി തെളിവുകൾ ശേഖരിച്ച് ശിക്ഷ കിട്ടിയ കാര്യങ്ങളാണ്, പിന്നെ തെളിവുകൾ ഉണ്ടാക്കിയവരെ എന്തിനാ വെറുതെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ ചോദിച്ചതാണ്, പിന്നെ വരുണേട്ടൻ പറഞ്ഞുകൊണ്ട് വന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വിനോദ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ രാധികാമ്മ ചോദിക്കും, ഇപ്പം നിനക്ക് കൂടുതൽ ക്ലിയർ ആയല്ലോ കണ്ണാന്ന് ചോദിക്കും. അപ്പോൾ വരുണ പറയും, ഞാനിവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ തോന്നിവാസങ്ങളൊന്നും നടക്കില്ല, അതുകൊണ്ടാണ് അവർ ഒന്നിച്ച് എന്നെ പുറത്താക്കാൻ വേണ്ടി നോക്കിയത്. എന്നെ പുറത്താക്കിയത് ഈ കമ്പനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, കമ്പനിയുടെ നല്ലതിനൊന്നുമല്ല, അവരുടെ തോന്നിവാസങ്ങൾ അവർക്ക് കാട്ടിക്കൂട്ടാൻ പറ്റില്ല, അത് ഞാൻ കണ്ടുപിടിക്കുന്നുള്ളത് കൊണ്ടാണ് അവരെന്നെ പുറത്താക്കിയെന്ന് പറയും. അങ്ങനെ അതവിടെ കഴിയും.
പിന്നെ അവർണികയുടെ അടുത്തേക്ക് കിഷോർ പോകും. എന്നിട്ട് ചോദിക്കും ഇങ്ങനെ എന്തെങ്കിലും വയ്യായികയുണ്ടോ, കുറച്ച് സ്നേഹം നടിക്കും. എന്തെങ്കിലും വയ്യായികയുണ്ടോ, തലചുറ്റലുണ്ടോ, മനം പുരട്ടലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അവർണിക പറയും ഒരു കുഴപ്പമില്ല, നീ കുറച്ച് ദിവസം ലീവ് എടുത്ത് നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയും അവർണികയോട് കിഷോർ. അപ്പോൾ അവർണിക പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് ഇപ്പം എന്താ നിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറിയല്ലോ എന്ന് അവർണിക ചോദിക്കും. അപ്പോൾ ഗീതാഞ്ജലി മാഡം പറഞ്ഞപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ എൻ്റെ കുഞ്ഞിനെയും നിന്നെയും ഇനി നല്ലോണം സ്നേഹിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നീ ജന്മം നൽകിയ കുഞ്ഞിനെ സ്നേഹിക്കും, വേറൊരാളുടെ ഉപദേശം വേണോ എന്നിങ്ങനെ അവർണിക ചോദിക്കും. അപ്പോൾ അവൻ അവിടെ പതറിപ്പോവും. അപ്പോൾ അവൻ വേഗം വിഷയം മാറ്റും. അതൊക്കെ വിട്, എന്നെ ഗോവിന്ദ് സാറ് ക്യാബിനിലേക്ക് വിളിച്ചിരുന്നു. എന്നിട്ട് അവിടെ ചോദിച്ചതല്ല ഇവളോട് പറയുക. ഇവൻ പറയും വരുണിനെതിരെ ഗീതാഞ്ജലി മാഡം എന്ത് തെളിവുകളാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ ഞാനൊന്നും വിട്ട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു, ഗോവിന്ദ് സാറിനോട് പറയാമെന്ന് പറഞ്ഞു. ഏതായാലും ഗീതാഞ്ജലി മാഡത്തിനൊരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്, ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തേക്ക്, ചിലപ്പോൾ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, പോയി പറഞ്ഞേക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എന്നോടുള്ള നീരസം കൊണ്ട് വിശ്വസിച്ചെന്ന് വരില്ല എന്ന് പറയും. അപ്പോൾ അവർണിക പറയും നീ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചോളാം, മനസ്സിലാക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ നേരെ അവർണിക ഗീതുവിൻ്റെ ക്യാബിനിൽ പോകും. എന്നിട്ട് ഈ കാര്യം പറയും, ഗോവിന്ദ് സാറ് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു, അപ്പോൾ വരുണിനെതിരെ തെളിവുകൾ ഉണ്ടാക്കുന്നത്, ഗീതാഞ്ജലി മാഡം എങ്ങനെ തെളിവുകൾ ഉണ്ടാക്കുന്നത്, എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ ചോദിച്ചിരുന്നു എന്ന് പറയും ഗീതയോട്. അപ്പോൾ ഗീത പറയും കണ്ണേട്ടൻ എന്നിട്ട് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പോൾ രഹസ്യമായിട്ടാണ് അന്വേഷിക്കുന്നതെന്ന് പറയും അവർണിക. എന്തായാലും ഒന്ന് സൂക്ഷിച്ചിരുന്നോ, കരുതിയിരുന്നോ, നമ്മളൊന്നിച്ചാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ, ഈ പറയാതിരിക്കുന്നത് നല്ലതെന്നൊക്കെ പറയും. അപ്പോൾ ഗീത പറയും രാധികാമ്മ ഇന്ന് ഇവിടെ കറങ്ങി നടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു പണി വരുന്നുണ്ട്, ചതി മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും ഇത് അറിഞ്ഞത് നന്നായി, ഒന്ന് കരുതിയിരിക്കാമല്ലോ എന്ന് പറയും. എന്നിട്ട് ഗീതു അവർണികയോട് ചോദിക്കും ഇപ്പം നിൻ്റെ വിഷമമൊക്കെ മാറിയല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ അവർണിക പറയും കിഷോർ ഇപ്പം എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നിട്ട് എന്നോട് കുറച്ച് സ്നേഹമായിട്ട് പെരുമാറി, എനിക്ക് വയ്യായികയുണ്ടോ എന്നൊക്കെ ചോദിച്ചു, എന്നെയും കുഞ്ഞ് സ്നേഹിക്കുന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീതാഞ്ജലി മേഡാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇത്ര പെട്ടെന്ന് മാറിയെങ്കിൽ അത് എന്തോ ഒരു ചതിയുണ്ട്, എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് അവനിങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതാണെങ്കിൽ ഇവളോട് പറയാനും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഗീത മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് ഗീതുവിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. ഈ റൂമിൽ ഈ ക്യാബിൽ നിറയെ ചന്ദനത്തിൻ്റെ മണമാണെന്നൊക്കെ ഇങ്ങനെ പറയും, നല്ലൊരു പോസിറ്റീവ് എനർജിയാണെന്ന് പറയും. അപ്പോൾ ഗീത പറയും അത് ചന്ദനത്തിൻ്റെ മണം എൻ്റെ ബോഡി സ്പ്രേ ആണ്, ഇമ്പോർട്ടഡ് ആണ്, ഞാനൊന്ന് നിന്നെ കെട്ടിപ്പിടിച്ചാൽ അതൊന്ന് ഹഗ് ചെയ്താൽ മതി, നിനക്കും ആ മണം കിട്ടും, സൂപ്പർ മണം എന്നൊക്കെ പറയും. അപ്പോൾ അതിലെന്തോ ഒരു ചതി പിന്നീട് വരാനിരിക്കുന്നുണ്ട്, അതാണ് ആ മണത്തിൻ്റെയും ഹഗ്ഗിൻ്റെയൊക്കെ കാര്യം അവിടെ വന്നത്. അപ്പോൾ അവർണിക പറയും ഞാൻ ഈ മണം ഞാൻ ഗോവിന്ദ് സാറിൻ്റെ ക്യാബിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന്, അവിടെയും ഈ സ്മെല്ല് വരുന്നുണ്ടോ എന്നൊരു സംശയം, ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലിൽ പോയിട്ടൊന്ന് കെട്ടിപ്പിടിക്കാറുണ്ടല്ലേ ഇങ്ങനെ ഗീതയോട് പറയും. അപ്പോൾ ഗീത ഇങ്ങനെ ചിരിച്ചോണ്ട് പോകുന്നു അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ കളിച്ചിരിയായിട്ട് അങ്ങനെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മി മാം റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗോവിന്ദിൻ്റെ കാറ് വരാൻ വേണ്ടിയിട്ട്. അതായത് അജാസ് ശിവരഞ്ജനിയെ കണ്ടു എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ കാർ അതിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൈ നീട്ടി. അപ്പോൾ വേറെ എന്താ അതിൽ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഗോവിന്ദും ഗീതും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ ഗോവിന്ദ് ആദ്യം ഇറങ്ങും, എന്താ നിങ്ങളുടെ ഭാവം, എൻ്റെ കാറിൻ്റെ മുന്നിൽ ചാടി ചാവാനാണോ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോഴേക്കും ഗീതു ഇറങ്ങും. അപ്പോൾ വിഷയം മാറ്റും, ഒന്നുമില്ല, ഞാൻ നിൻ്റെ കാറാണെന്ന് വിചാരിച്ചില്ല, എൻ്റെ കാറ് കേടായി, അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി ചോദിച്ചെന്നൊക്കെ പറയും. അപ്പോൾ ഗീതുവിന് പക്ഷേ കാര്യം മനസ്സിലാവും, അല്ല ഗോവിന്ദ് സാറുണ്ട്, കണ്ണേട്ടനോട് എന്തോ പറയാനാണ് അമ്മയുടെ കാത്തു നിന്നത്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ കാർ തന്നെ ഇരിക്കാമെന്ന് പറയും. അപ്പോൾ എനിക്ക് ഇവർ പറയുന്നൊന്നും കേൾക്കാനില്ല എന്ന് ഗോവിന്ദും പറയും. അങ്ങനെ അതവിടെ കഴിയും. ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.